ഇനി ബഹ്റൈനിൽ എഴുത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മലയാളി വിദ്യാർത്ഥിയെ പരിചയപ്പെടാം. തന്റെ ആദ്യ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യപ്പെട്ടതിന്റെ ത്രില്ലിലാണ് ഈ കൗമാരക്കാരി. The world may change, the years may run, but one thing can never see it. The bond we shared, the things you've done. Your love will live in me forever. ഇത് മനാൽ മൻസൂർ, ബഹ്റൈനിലെ പ്രവാസി വിദ്യാർത്ഥിനി. ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങിയ ആഹ്ലാദത്തിലാണിപ്പോൾ മനാൽ. പെർസ്പെക്റ്റീവ് സീയിങ് ദി അൺസീൻ എന്നാണ് കവിത തുളുമ്പുന്ന അക്ഷരങ്ങൾ കോർത്തിണക്കി മനാൽ രചിച്ച പുസ്തകത്തിൻ്റെ പേര്. മുത്തച്ഛൻ്റെ വേർപാട് അതാണ് തനിക്ക് എഴുതാനുള്ള പ്രേരണയായി തീർന്നതെന്ന് കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശിനിയായ മനാൽ പറയുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ബുക്ക് എഴുതിയത് മൊത്തം ലൈഫിനെ പറ്റിയാണ്. 30 കവിതകളും 30 ചിത്രങ്ങളും അല്ല ഞാൻ വരച്ചത്. അത് ലവും ലോസൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നേച്ചറും ആക്സെപ്റ്റൻസിലും ആണ് എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാവയായിരുന്നു. അപ്പോൾ ഉപ്പാവയും ഞാനും തമ്മിലുള്ള റിലേഷനും അവിടുന്ന് ഉപ്പാവ് വിട്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന സങ്കടം കൊണ്ടാണ് എഴുതാൻ തുടങ്ങിയത്. ബഹ്റൈനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മൻസൂർ അലി ഹഫ്സത്ത് മൻസൂർ ദമ്പതികളുടെ മകളാണ് കവിതകളെ ഇഷ്ടപ്പെടുന്ന മനാൽ. ചെറുപ്രായം മുതൽ തന്നെ മകൾ നന്നായി വായിക്കുമായിരുന്നു എന്ന് രക്ഷിതാക്കൾ പറയുന്നു. ബുക്സ് പൊതുവെ വായിക്കാൻ താല്പര്യമുള്ളതിനെ കൊണ്ട് ചെറുപ്പത്തിലെ ബുക്സ് വായിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവളെ ഒരു 6 വർഷത്തെ ജേണിയാണ് ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഫുൾഫില്ലായിട്ട് നിൽക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഒരു കൗമാരക്കാരിയുടെ ചിന്തകൾ പ്രതിഫലിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ഗോപിനാഥാണ് നിർവഹിച്ചത്. ഭാവിയിൽ ഒരു ഡോക്ടറായി തീരാനാണ് മനാലിന്റെ അഭിലാഷം. ഒപ്പം എഴുത്തിന്റെ പുതുവഴികളും ഒരുപാട് കവിതകളും മനാലിന്റെ സ്വപ്നങ്ങളിൽ നിറയുന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.